ദിനം പ്രതി നിരവധി യാത്രക്കാർ എത്തുന്ന റെയിൽവേ സ്റ്റേഷന്റെ ചില പരിതാപാവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് കായംകുളം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമാണ്. മഴ പെയ്താലുള്ള അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. യാത്രക്കാർ ഇരിക്കേണ്ട സ്ഥലത്ത് മഴ പെയ്ത് വെള്ളം കെട്ടുന്നു. ഈ ഒരു ഭാഗത്ത് മഴവെള്ളം വീണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ഇനി ചങ്ങനാശ്ശേരി റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ അവസ്ഥ നോക്കാം. ആഹാരം കഴിച്ചാൽ കൈ കഴുകാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല. ഒരു സ്ഥലത്ത് വെള്ളമാണ് പ്രശ്നമെങ്കിൽ മറുസ്ഥലത്ത് വെള്ളമില്ലാത്തതാണ് പ്രശ്നം. ചങ്ങനാശ്ശേരി റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ ഈ അവസ്ഥ ഇതിനു മുമ്പും മലനാട് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർ അനീഷ് ചുനക്കര ഇതിനെതിരെ പരാതിയും നൽകിയിരുന്നു. എന്നിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനെ അത്യാധുനിക നിലവാരത്തിൽ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. അതിനായി 438 കോടിയോളം അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ കോടികൾ വരെ മുടക്കാൻ തയ്യാറാകുമ്പോൾ എന്തുകൊണ്ട് ചെറിയ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നില്ല? മഴ വരുമ്പോൾ യാത്രക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ കിടക്കുന്ന കസേരകൾ തുരുമ്പ് പിടിക്കുന്നതിനും താഴത്തെ കോൺക്രീറ്റ് ഇളകുന്നതിനുമൊക്കെ കാരണമാകുകയാണ്. കഴിഞ്ഞ ഒരു മാസം ഫൈൻ വഴി വൻ തുകയാണ് റെയിൽവേക്ക് ലഭിച്ചത് തന്നെ. എന്നിട്ടും എന്തുകൊണ്ട് അധികാരികൾ കണ്ണടക്കുന്നു? ഇതൊന്നും ഒരിക്കലും ചെറിയ പ്രശ്നങ്ങളായി കണക്കാക്കാനുള്ളതല്ല. ഓരോ യാത്രക്കാർക്കും ഏൽക്കുന്ന ബുദ്ധിമുട്ട് വലുതാണ്. ഞങ്ങൾ ജനങ്ങൾക്കായി ഒന്നുകൂടി അധികൃതരെ അറിയിക്കുകയാണ്, എത്രയും വേഗം ഇതിനുമേൽ നടപടി ഉണ്ടാകണം.